അപ്പോൾ ചുട്ടുപൊള്ളുന്ന വാർത്തകളുമായിട്ട് നേരെ നമ്മൾ പോകുന്നു. ഇലക്ഷൻ ഹോട്ട്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പൗരത്വ നിയമ ഭേദഗതിയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ ഇത്തവണത്തെ ചൂടൻ താരം. CAA എതിർക്കുന്നതിൽ ആരാണ് മുന്നിൽ എന്ന മത്സരം LDFും UDFും തമ്മിൽ നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയെ കളത്തിലിറക്കി LDF ന്യൂനപക്ഷ വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. ഈ അപകടം മണത്ത മുസ്ലിം ലീഗും പ്രതിരോധ തന്ത്രവുമായിട്ട് രംഗത്തിറങ്ങിക്കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, പാർലമെന്റിനകത്ത് CAAയ്ക്ക് വേണ്ടി എതിരെ ലീഗ് എംപിമാർ നടത്തിയ പ്രസംഗങ്ങളും സുപ്രീം കോടതിയിൽ നടത്തിയ നിയമ പോരാട്ടവുമാണ് പ്രചാരണത്തിലെ ഒരു ആയുധമാക്കുന്നത്. UDF സമരം ആലോചനയിൽ ഉണ്ടെങ്കിലും അതിന് കാത്തിരിക്കാനുള്ള സമയവും വിവേകവും ഇപ്പോൾ മുസ്ലിം ലീഗ് കാണിക്കുന്നില്ല. കാരണം ഒരുപാട് താമസിച്ചു പോയി എന്നൊരു തോന്നൽ ലീഗിൻ്റെ മനസ്സിലുണ്ട്. പൗരത്വ ഭേദഗതി നിയമം വടക്കേ ഇന്ത്യയിൽ BJPക്ക് ഗുണം ചെയ്യുമെന്നതാണ് പൊതുവിലയിരുത്തൽ. എന്നാൽ കേരളത്തിൽ സ്ഥിതി മറിച്ചാണ്. ഇടതുമുന്നണിക്ക് അത് വോട്ടാക്കി മാറ്റാനാകുമെന്ന കണക്കുകൂട്ടലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വ്യാപകമായി പൗരത്വ സംരക്ഷണ റാലി സംഘടിപ്പിക്കപ്പെടുന്നതും. പൗരത്വ ഭേദഗതി നിയമം വടക്കേ ഇന്ത്യയിൽ BJPക്ക് ഗുണം ചെയ്യുമെന്നാണ് പൊതുവിലയിരുത്തൽ. എന്നാൽ കേരളത്തിൽ സ്ഥിതി മറിച്ചാണ്. ഇതിനെ വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്ന കണക്കുകൂട്ടലിലാണ് LDF പൗരത്വ സംരക്ഷണ റാലികൾ സംഘടിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യൂനപക്ഷ സംരക്ഷകനാണ് എന്ന പ്രതിച്ഛായ ഉയർത്തിപ്പിടിച്ചുള്ള സംസ്ഥാനതല പ്രചാരണമാണ് LDFന്റേത്. ഇതിന്റെ തുടക്കമായിരുന്നു ഇന്നലെ മുസ്ലിം സംഘടനാ പ്രതിനിധികളെ അണിനിരത്തി കോഴിക്കോട് നടന്ന പൗരത്വ സംരക്ഷണ റാലി. LDF സർക്കാർ ഈ പോരാട്ടത്തിന്റെ മുൻനിരയിൽ തന്നെ ഉണ്ടാകും. ആർക്കും ഒരു സംശയവും വേണ്ട, ഇവിടെ ഇത് നടപ്പാക്കില്ല. ഏത് ത്യാഗം സഹിച്ചും പോരാട്ടം തുടരും. ഇതിനു മുന്നിൽ മുട്ടുമടക്കില്ല, നിശബ്ദരാകുകയുമില്ല. നമുക്ക് ഒന്നിച്ചു നിൽക്കാം, ഒന്നിച്ചിതിനെ എതിർക്കാം. ഇന്ന് കാസർഗോഡാണ് റാലി. CAA പ്രഖ്യാപനം വന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസംഗം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വലിയ ചലനമുണ്ടാക്കിയെന്ന വിലയിരുത്തൽ CPIMനുണ്ട്. CAA വിരുദ്ധ റാലിയിൽ മുസ്ലിം ലീഗിനെതിരെ മുഖ്യമന്ത്രി ഒന്നും പറയാതിരുന്നതും രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണ്. കോഴിക്കോട് തുടങ്ങിയ CAA വിരുദ്ധ റാലി കാസർഗോഡിന് ശേഷം കണ്ണൂർ, മലപ്പുറം, കൊല്ലം ജില്ലകളിലുമുണ്ട്. ഇതെല്ലാം തിരിച്ചറിഞ്ഞാണ് മുസ്ലിം ലീഗിന്റെ മറുതന്ത്രം. CAAയ്ക്കെതിരെ സമരം UDFന്റെ ആലോചനയിലുണ്ടെങ്കിലും ലീഗ് അതിന് കാത്തുനിൽക്കുന്നില്ല. MPമാർ പാർലമെന്റിൽ നടത്തിയ പ്രസംഗങ്ങൾ, കുടുംബയോഗങ്ങളിലടക്കം എടുത്തു പറഞ്ഞുള്ള പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. CAAയ്ക്കെതിരായിട്ട് ഞങ്ങൾ പാർലമെന്റിൽ ഇടപെട്ടത് മാത്രമല്ല, ഈ ബില്ല് പാസ്സായ സമയത്ത് അതിനെതിരായി പിറ്റേ ദിവസം രാവിലെ സുപ്രീം കോടതിയുടെ മുമ്പാകെ എത്തിയ പാർട്ടിയാണ് എൻ്റെ പാർട്ടി. ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴും ആദ്യം കോടതി പോകുന്നത് ഞങ്ങളാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ശക്തമായ നിലപാട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. വിജ്ഞാപനം വന്നപ്പോഴും ലീഗ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. തുടർച്ചയായുള്ള രാഷ്ട്രീയ പോരാട്ടവും നിയമ നടപടിയും ജനങ്ങളിലേക്ക് തുറന്നു കാണിക്കാനാണ് ലീഗ് ഒരുങ്ങുന്നത്. ഭരണഘടനാ സംരക്ഷണ റാലിയുമായി കളം നിറയുകയാണ് CPIM. ലീഗ് നടത്തിയ പ്രതിഷേധങ്ങളും നിയമ പോരാട്ടങ്ങളും എണ്ണി പറഞ്ഞാണ് ലീഗിന്റെ പ്രതിരോധം. പരമാവധി ന്യൂനപക്ഷ വോട്ടുകൾ പെട്ടിയിലാക്കലാണ് ഇരു പാർട്ടികളുടെയും ലക്ഷ്യം. ന്യൂനപക്ഷ വോട്ടുകൾ എവിടെ കേന്ദ്രീകരിക്കുമെന്നത് കണ്ടറിയേണ്ടതുണ്ട്. ദീപക് ധർമ്മടത്തിനൊപ്പം സമീർ ബിൻ കരീം, 24. വിജയകുമാർ, ഞാൻ വിജയനെ കാണുമ്പോൾ ചോദിക്കാതിരിക്കുകയായിരുന്നു. നമ്മൾ പിന്നെ ഇപ്പോഴല്ലേ കാണുന്നത്. ഇന്നലെ ഈ ഡൽഹിയിലുണ്ടായ സംഭവം, ഒരു മുഖ്യമന്ത്രിയെ വലിയ പ്രശ്നങ്ങളൊന്നും കൂടാതെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ ഇടാം എന്ന് കേന്ദ്ര ഗവൺമെന്റ് മനസ്സിലായി. നേരത്തെ ഒരു മുഖ്യമന്ത്രി അവരകത്ത് ഇട്ടു, പക്ഷെ അപ്പോഴത്തേക്കും രാജിവെച്ചു പറഞ്ഞല്ലോ. ഇത് രാജിവെക്കാതെ അകത്തിരുന്ന് ഭരിക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് ജയിലിനുള്ളിലാണ്, അതിൽ 6 ദിവസം റിമാൻഡിലും. അപ്പൊ അതിന്റെ ഒരു സ്വാധീനമോ ഭയമോ ഈ ദക്ഷിണേന്ത്യയിലേക്ക് വ്യാപിച്ചിട്ടുണ്ടോ? അത് ദക്ഷിണേന്ത്യ മാത്രമല്ല, രാജ്യം
വ്യാപകമായി പ്രതിപക്ഷം ഭരിക്കുന്ന സ്ഥലത്തൊക്കെ ഒരു- സംസ്ഥാനത്തൊക്കെ അത് ചർച്ചയാകുന്നുണ്ട്. ഇത്തരമൊരു ആശങ്ക, അതായത് അടുത്ത ഈ കേന്ദ്ര ഏജൻസികളുടെ പട്ടികയിലുണ്ട് എന്ന് കരുതുന്നവരൊക്കെ ഒരു കുറെ കൂടി ജാഗ്രത എടുത്തിട്ടുണ്ട്. ഇനിയും ഒരു കോടതി ഉത്തരവിന് തൊട്ട് പിന്നാലെ രാത്രി വന്ന് പിടിച്ചോണ്ട് പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ഇഡിയുടെ ഒരു പ്രഖ്യാപനം ഞാൻ കോരിത്തരിച്ചു പോയി. എന്താണെന്നറിയോ അവർ പറഞ്ഞ് പ്രതികളെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും. അതാണ് മുഖ്യമന്ത്രിയാണ് ഡൽഹിയിൽ. അപ്പൊ നമ്മുടെ മറ്റൊരാള് ഒരു മുഖ്യമന്ത്രിയുടെ മകളുമാണ്, മന്ത്രിയുടെ മകളാണ്. മാത്രമല്ല ഒരാൾ അവിടുത്തെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയാണ്. ഇവരെയൊക്കെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ചെറിയ തേങ്ങാമോഷണമൊക്കെ നടത്തുന്ന സമയത്ത് ഈ കള്ളന്മാര് മാറ്റി പറയുന്ന നമ്മുടെ സാധാ പോലീസുകാർ കുട്ടമ്പളച്ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഇങ്ങോട്ട് വിളി എന്നെ കാലമാവും.